തൊഴിലെടുത്ത് ജീവിക്കുക എന്നത് വലിയ മഹത്വമുള്ള കർമ്മമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. തൊഴിലാളികൾക്ക് നല്ല പ്രതിഫലം ആഖിറത്തിൽ ലഭിക്കുമെന്ന് ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉപജീവന മാർഗം തേടുന്നുവെന്ന നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ വലിയ പ്രതിഫലം ലഭിക്കും. തൊഴിൽ ചെയ്യുന്നത് ഒരിക്കലും മോശമല്ല. ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, തൊഴിലാളികളുടെ തൊഴിലിൻ്റെ വേതനം നൽകേണ്ടത് എപ്പോഴാണ്? ഒരുപാട് കാലങ്ങൾക്ക് ശേഷമല്ല. ചില മുതലാളിമാർ തൊഴിലാളികളുടെ വേതനങ്ങൾ നൽകാതെ പിടിച്ചു വെക്കുകയാണ്. 40-50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തൊഴിലാളികളുടെ വേതനം നൽകാത്തവരുണ്ട്. വർഷങ്ങൾ പോലും കഴിഞ്ഞിട്ട് തൊഴിലാളികളുടെ വേതനം നൽകാത്തവരുണ്ട്. തൊഴിലാളികളെ കഷ്ടപ്പെടുത്തിയാൽ ആഖിറത്തിൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തൊഴിലാളി തൊഴിലെടുത്ത് അവൻ്റെ വിയർപ്പ് വറ്റുന്നതിൻ്റെ മുമ്പ് പ്രതിഫലം നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വിഭാഗം ആളുകളോട് ഞാൻ ശത്രുത വെക്കുകയാണ്. ആരാണ് 3 വിഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 3 വിഭാഗം ആളുകളോട് എനിക്ക് ശത്രുവാണ് ഖിയാമത്ത് നാളിൽ, എൻ്റെ ശത്രുവാണ് അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. റജുലും ഒരു വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ടീം ആരാണ്? എൻ്റെ പേര് മുൻനിർത്തി വാഗ്ദാനം ചെയ്യുകയും പിന്നീടത് ലംഘിക്കുകയും ചെയ്യുന്നവനാണത്. രണ്ടാമത്തത് ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജുലും ബഹുറൻ ഫഅകല സമനഹും, സുദർശനായ വ്യക്തി വിലക്ക് വാങ്ങി അതിൻ്റെ വില തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മൂന്നാമത്തത് ആരാണെന്ന് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റജുലുൻ ഇസ്തഅജറ അജീറൻ, ഒരു തൊഴിലാളിയെ കൂലിക്ക് വിളിച്ച് അദ്ദേഹം ജോലി ചെയ്ത് ഫസ്തൗഫ മിൻഹു, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായി ജോലി ചെയ്ത് പിന്നീട് എന്താക്കി വലം യുഅ്തിഹി അജറഹു, എന്നാൽ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കൂലി കൊടുത്തില്ല. ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിക്കുന്നുണ്ട്, നബി തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ദരിദ്രന് സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ദരിദ്രൻ അവൻ്റെ മതകാര്യങ്ങളിൽ അലങ്കോലപ്പെടുന്നു. ദരിദ്രനാകാതിരിക്കണമെങ്കിൽ ജോലി ചെയ്യണം. അനുവദിക്കപ്പെട്ട എല്ലാ ജോലിയും ചെയ്യണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് ഉപദേശിക്കുന്നു, അനുവദനീയമായ ധനം സമ്പാദിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് നീ മോചിതനാകണം. കാരണം ദരിദ്രന് 3 അപകടങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അവൻ്റെ മതകാര്യങ്ങൾ അലങ്കോലപ്പെടും. എന്താ മതകാര്യങ്ങൾ അലങ്കോലപ്പെടുമെന്ന് പറയാൻ കാരണം? മതകാര്യങ്ങൾ അങ്ങനെ അലങ്കോലപ്പെടാം പറയാം. ദരിദ്രത്തിനെ ഞാൻ പേടിക്കുന്നു, ദരിദ്രം കുഫ്രിയത്തിലേക്ക് എത്തിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ കട്ടെടുക്കാനും അതുപോലെ തന്നെ മോശകാര്യങ്ങൾ ചെയ്യാനും മതകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനൊക്കെ തോന്നും. രണ്ടാമത്തത്, ബുദ്ധിശക്തി മന്ദീഭവിച്ചു പോകും. ബുദ്ധി ഇങ്ങനെ കുറഞ്ഞു പോകും. ദരിദ്രനായി നിൽക്കുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ ബുദ്ധി ഒരുപാട് പ്രയാസപ്പെടും. മനുഷ്യത്വവും മാന്യതയും ഇല്ലാതെയായി പോകും. ദരിദ്രന് അങ്ങനെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെങ്കിലും ജീവിക്കുക, മറ്റുള്ളവരോട് പിടിച്ചു പഠിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിച്ചോ ജീവിക്കുക എന്നുള്ള ഒരു ചിന്ത കൽബിലേക്ക് വരുമ്പോൾ അപകടപരമായ പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട് ദാരിദ്ര്യമില്ലാതിരിക്കാൻ. ദാരിദ്ര്യം ഒരിക്കലും തന്നെ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അനിൽ ഫഖരി വിധങ്ങൾ തോർന്നിട്ടുണ്ട്. ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അനിൽ ഫഖരി, ഫഖറിനെ തൊട്ട് ദാരിദ്ര്യത്തിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ തോർന്നിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്ഖ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണം പറഞ്ഞ് തോർന്നിട്ടുണ്ട്. വിധങ്ങൾ അപ്പുറത്ത് തോരുന്നതോ ദാരിദ്ര്യമില്ലാതിരിക്കാൻ വേണ്ടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ,
വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ യാ റബ്ബൽ ആലമീൻ. ഒരു പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് വായിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹുവേ നിന്നെ ഭയപ്പെടാത്ത, അതേ ഖുശൂ ഇല്ലാത്ത ഭയപ്പെടാത്ത ഹൃദയത്തിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു. വമിൻ ഖൽബിൻ ലാ വമിൻ നഫ്സിൻ ലാ തശ്ബഅ, മതിയാകാത്ത ശരീരത്തിനെ തൊട്ടും കാവലിനെ തേടുന്നു. വമിൻ ലാ ഇസ്തജാബു ലഹാ യാ റബ്ബൽ ആലമീൻ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത ദുആഇനെ തൊട്ടും ഞാൻ കാവലിനെ തേടുന്നു എന്നൊരു ഭാഗത്ത് വരുന്നപ്പോൾ മറ്റൊരു ഭാഗത്ത് ഓർക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വരിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ വരിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുവേ നീ എനിക്ക് നല്ല റിസ്ക്, നല്ല എല്ലാ ജീവിതത്തിൻ്റെ ഉപാധി നീ നൽകണം. എങ്ങനെ? ഹലാലൻ ത്വയ്യിബ, ഹലാലായതും മാന്യമായതും നല്ലതായതും നീ എനിക്ക് നൽകണമെന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യമുണ്ടായിരിക്കെ ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. കടക്കാരന് മയ്യത്ത് നിസ്കരിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പലപ്പോഴും കടക്കാരൻ്റെ മയ്യത്ത് നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ക്യാഷ് ഉണ്ടെങ്കിൽ ആ ക്യാഷ്, കടക്കാരൻ്റെ ക്യാഷ് വീട്ടാറുണ്ടായിരുന്നു. എന്നാൽ നബിതങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നബിതങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, ഈ മയ്യത്തിന് ഇത്ര കടമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ പൈസ? പലരും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്നാൽ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല, ഫർള് കിഫായാണ്, അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നിസ്കരിക്കൽ നിർബന്ധിത ബാധ്യതയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കാരനും കടത്തോടുകൂടെ മരിച്ചവൻക്ക് മയ്യത്ത് നിസ്കരിച്ചില്ല. ദാരിദ്ര്യം എന്നത് പേടിക്കപ്പെടേണ്ട ഒന്നാണ്. അനുവദിക്കപ്പെടുന്ന തൊഴിലുകൾ ചെയ്ത് ജീവിക്കണം.